ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് മീനച്ചാറാണ് തയ്യാറാക്കുന്നത്. മീനൊക്കെ മേടിക്കുമ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ മീനച്ചാറൊക്കെ നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന രുചികരമായിട്ടുള്ള ഈ ഒരു മീനച്ചാറിൻ്റെ റെസിപ്പി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മീനച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ കേരമീൻ കൊണ്ടാണ് മീനച്ചാർ തയ്യാറാക്കിയെടുക്കുന്നത്. മീൻ വൃത്തിയായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. ശേഷം മീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വിനാഗിരി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷം പുരട്ടി വെച്ച മീൻ നമുക്ക് വറുത്തെടുക്കാം. ഇനി അച്ചാറിന് വേണ്ട മറ്റ് ചേരുവകൾ നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, കടുക്, ഉലുവ. ഇനി അച്ചാർ തയ്യാറാക്കാം. അതിനായി അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് ചീനച്ചട്ടിയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് മീൻ വറുത്ത എണ്ണ ചേർക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിൽ കടുക്, ഉലുവ എന്നിവ ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായി മൂത്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് എണ്ണയുടെ തിള നിന്നതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. പൊടികൾ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർക്കാം. വിനാഗിരി ചേർക്കുന്നതിനോടൊപ്പം തന്നെ അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വിനാഗിരി ചേർത്തതിന് ശേഷം ചെറിയ തീയിൽ തിള വന്നതിന് ശേഷം നമുക്ക് വറുത്ത് കോരിയെടുത്ത മീൻ അതിലേക്കിട്ട് നന്നായി ഇളക്കി എടുക്കാം. ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 5 മിനിറ്റ് ചെറിയ തീയിൽ തന്നെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ശേഷം തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മീനച്ചാർ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.